ശാലം ടി വി പ്രേക്ഷകർക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യൂത്ത് ഗൈഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സൗഹൃദങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള സംഗതിയാണ്. സൗഹൃദങ്ങൾ നമുക്ക് ആവശ്യമാണ്, നല്ല സൗഹൃദങ്ങൾ പ്രത്യേകിച്ച്. ഇന്നത്തെ യുവതലമുറയെ സൗഹൃദം എത്രമാത്രം സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. നമ്മോടൊപ്പം പ്രശസ്ത സൈക്കോളജിസ്റ്റും മോട്ടിവേഷണൽ ട്രെയിനറും ഒക്കെയായ ശ്രീമതി ഗ്രേസ് ലാലുണ്ട്. മാഡം, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവതലമുറയെ സൗഹൃദം എത്രമാത്രം സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് ഈ എപ്പിസോഡിലൊന്ന് ചർച്ച ചെയ്യാം. സൗഹൃദം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യൗവനത്തിൻ്റെ കാലഘട്ടത്തിൽ ടീനേജേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർ ശൈശവം വിട്ട് ബാല്യം വിട്ട് കൗമാരത്തിലേക്ക് വരുമ്പോൾ ശൈശവത്തിലെ മാതാപിതാക്കളുടെ മാത്രം ആശ്രയത്തിൽ കഴിയുന്നു. ബാല്യത്തിൽ ടീച്ചേഴ്സ് പേരൻസുമായിട്ട് കൈപിടിച്ച് നടക്കും. കുറച്ചും കൂടെ വലുതാകുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു സ്വകാര്യത, അവരുടേതായ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അവർ സൗഹൃദത്തിലേക്ക് തിരയും. അത് സ്വാഭാവികമാണ്. നല്ല സുഹൃത്തുക്കൾ എപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യാൻ, നമ്മളെ സ്നേഹിക്കാൻ, നമുക്കെപ്പോഴും സഹായം തരാൻ എല്ലാം ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ഈ ചെറുപ്പക്കാരുടെ സൗഹൃദങ്ങളിൽ ആൺപെൺ സൗഹൃദങ്ങൾ ഒത്തിരിയേറെ വഴിതെറ്റുന്നുണ്ട്. സൗഹൃദങ്ങൾ വഴിതെറ്റി പോകുന്നത് കൊണ്ട് ഒത്തിരിയേറെ കുട്ടികൾ മോശമായ സാഹചര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. സൗഹൃദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കോളേജ് ടൈം അല്ലെങ്കിൽ ഒരു 9ാം ക്ലാസ്സിന് ശേഷമാണ് ഞാൻ കൂടുതൽ ഈ സൗഹൃദങ്ങളിലേക്ക് പിള്ളേർ പോകുന്നതായിട്ട് കാണുന്നത്. ഈ 9 അതിനുശേഷമുള്ള ഇവരൊരു പിയർ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. അതെ, അത് നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിലും നമുക്കറിയാലോ, ഒരു സമവയസ്ക സമൂഹങ്ങളുണ്ട്. ഒരു കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളായിട്ടാണ് പിള്ളേർ. ആ ഗ്രൂപ്പിനൊരു ലീഡർ ഉണ്ടാവും. അതിനൊരു ലീഡറാണ് തീരുമാനിക്കുക. അതിന് പേരും ഉണ്ടാവും. ആ ലീഡറാണ് തീരുമാനിക്കുന്നത്, ഇന്ന് ക്ലാസ്സിൽ കയറണോ, അതോ ഇന്ന് നമ്മൾ പ്രോജക്റ്റ് ചെയ്യണോ, അതോ ഇന്ന് നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് ഫിലിമിന് പോകണോ, അതോ ഇല്ല ഇന്ന മിസ്സിനെ നമ്മൾ ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കുപ്പിയിലിറക്കണോ. ഇതിപ്പോൾ ഓരോ ഗ്രൂപ്പുകാരാ. അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിനെ വളയ്ക്കണോ, അതിനും ഇവർ ഗ്രൂപ്പ് കൂടുന്നുണ്ട്, പെണ്ണിനെ വളയ്ക്കാൻ. പക്ഷേ ഞാൻ കാണുന്നത് ഇപ്പോൾ ഈ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ വരുമ്പോൾ 4-5 വർഷം ഇവർ ഒരുമിച്ച് പഠിക്കുന്നു. ഇപ്പോൾ സ്കൂളിൽ കാണുന്ന പോലെയല്ല. 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ വരും, നമ്മൾ ഷഫിൾ ചെയ്യും പിള്ളേരെ. ചിലപ്പോൾ അവർ വേറെ ഡിവിഷനിലൊക്കെ വരും. പക്ഷേ ഈ എൻജിനീയറിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മേഖലയിലേക്ക് വരുമ്പോഴത്തേക്ക് 3-4 വർഷം അവർ ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണ് വരുന്നത്. ഇപ്പോൾ പ്രാക്ടിക്കൽസിനായാലും അവരെല്ലാത്തിനായാലും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതാണെന്നോ പെണ്ണെന്നോ ഇല്ല, എപ്പോഴും ആ ഗ്രൂപ്പ് വരികയാണ്. അപ്പോൾ മണിക്കൂറുകളോളം അവർ ഒരുമിച്ചിരിക്കുന്നു, സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അവർ ഒരുമിച്ച് നോട്ട് എഴുതുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്കിടയിൽ സൗഹൃദങ്ങൾ മോശമായി പോകുന്നുണ്ട്. ജാതിയില്ല, മതമില്ല. ഇപ്പം ഞാൻ പ്രീ മാരേജ് കോഴ്സിന് ക്ലാസ് എടുക്കുന്നയാളാണ്. വർഷങ്ങളായിട്ട് ഈ പ്രീ മാരിറ്റൽ കോഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ എനിക്കറിയാം, ഓരോ വർഷം ചെല്ലും തോറും ഇന്ന ജാതി ഇന്ന മതം എന്നൊന്നുമില്ല, കയ്യിൽ കിട്ടുന്നവരെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു ട്രെൻഡ്. അപ്പം അത് പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന മനുഷ്യനാണ് ജാതി ഉണ്ടാക്കിയത്, ദൈവം ജാതി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, മതം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇങ്ങനെയാണ് ഇവർ പറയുക. അതായത് നമ്മൾ മാതാപിതാക്കൾ ഇടുങ്ങിയ മനസ്സിൽ ചിന്തിക്കുന്നു, അവർ കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കുന്നു. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, വിവാഹമോചനത്തിന് വരുന്ന കേസുകളിൽ ലവ് മാരേജസിൻ്റെയും ഇൻ്റർകാസ്റ്റ് മാരേജസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. ഈ പ്രേമം എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ ഒരു പ്രണയമോ സൗഹൃദമോ അല്ല ഞാൻ കാണുന്നത്. പഴയ കാലത്ത് നല്ല ഡീപ്പ് റൂട്ടഡ് ലവ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രേമം പങ്കുവയ്ക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. വല്ലപ്പോഴും കാണുന്നുള്ളൂ, വല്ലപ്പോഴും ഒന്ന് കണ്ട ഒരു നോട്ടത്തിലോ അല്ല ഒരു കൊച്ചു കുറിപ്പിലോ ഒക്കെ ഒതുങ്ങുന്ന പരിശുദ്ധ പ്രേമങ്ങളും പ്രണയങ്ങളും ഒക്കെ. Nowadays they should know the difference between love and lust. അത് ഇന്നത്തെ പിള്ളേർ മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ പിള്ളേരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മൊബൈലിലും മറ്റും രാത്രി മുഴുവൻ ഇരുന്ന് മാതാപിതാക്കൾ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ അവരുണരാൻ തുടങ്ങും.
അവൻ ഉണർന്നിരുന്ന് രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സൗഹൃദങ്ങൾ. എന്നോടൊരു അമ്മ പറഞ്ഞു ഓർക്കുന്നു, എൻ്റെ മകൾ രാത്രി 10 മണിക്ക് ശേഷം ബാത്റൂമിൽ കയറിയിരുന്ന് പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്നു. ഇതൊരു രോഗമാണോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു രോഗമല്ല, ഇതൊരു രോഗലക്ഷണമാണ്. എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു ചിരിക്കാൻ തുടങ്ങുമ്പോൾ ബെഞ്ച്, ഡെസ്ക്, സ്റ്റൂൾ പോലുള്ള ഏതെങ്കിലും ഒരു ഉപകരണം വലിച്ച് ബാത്റൂമിന് വെളിയിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ മണ്ടേ കയറി ഏതെങ്കിലും വിടവിലൂടെ നോക്ക്, നിങ്ങളുടെ പെണ്ണെന്നെ എടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക ആരെങ്കിലും. വേറൊരമ്മ പറഞ്ഞ് കമന്ന് കിടന്ന് ചിരിക്കുന്നു. വേറൊരാൾ പറഞ്ഞ് തലയും കൂടെ മൂടി കിടക്കുക, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ സൗഹൃദങ്ങളിൽ ഒരു കുഴപ്പം ഞാൻ കാണുന്നത്, ഈ ആവശ്യമില്ലാത്ത വഴിയിലേക്ക് സൗഹൃദങ്ങൾ പെട്ടെന്ന് പോകുന്നു. ആവശ്യമുള്ള വഴിയിലേക്കല്ല പോകുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ക്യാമ്പസിലൊക്കെ തന്നെ ഞാൻ പലയിടത്തും ഈ കൗൺസിലിംഗ് നടത്തുമ്പോൾ എനിക്കറിയാം, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പുറം ചാരിയിരുന്ന് വർത്തമാനം പറയുന്നു, പഠിക്കുന്നു. ഒരു പാത്രത്തിൽ കൈയിട്ട് അവർ ചോറുണ്ടെന്നു. ഇപ്പോൾ ഇല്ല. അതെന്ന് വെച്ചാൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും ഒന്നല്ല. അത് കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കാരണം ആണിൻ്റെ ലൈംഗികത എന്ന് പറയുന്നത് അവനൊരു സ്ത്രീയുടെ സാമീപ്യം മതിയാവും, വസ്ത്രധാരണം മതിയാവും, പെരുമാറ്റം മതിയാവും. ചിലപ്പോൾ ഒരു ചിരി പോലും അവനിൽ പെട്ടെന്ന് ഇമോഷൻസ് ഉണ്ടാക്കും. അവൻ പെട്ടെന്ന് വികാരത്തിലേക്ക് കടന്നു വരും, പെട്ടെന്ന് അവന് കാര്യം കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ അവൻ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ പോയെന്നും വരാം. പക്ഷെ ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെ സ്ലോ ആയ കാര്യത്തിൽ അത്ര പെട്ടെന്നുള്ളൊരു അങ്ങനെ ഒരു ഫീലിങ്ങിലേക്കല്ല വരുന്നത്. അപ്പോൾ അവിടെ കുഴപ്പങ്ങളുണ്ടാകാം. ആണ് വിചാരിക്കുന്ന സൗഹൃദം ആയിരിക്കില്ല പെണ്ണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി സൗഹൃദങ്ങൾ പിന്നെ ലവ് മാരേജസിലൊക്കെ അവസാനിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൗഹൃദങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ഒരുമിച്ച് റെസ്റ്റോറൻറ്റിൽ പോകുന്ന സൗഹൃദം, ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്ന സൗഹൃദം, അത്തരം സൗഹൃദങ്ങളാണ്. നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അത്രയും സൗഹൃദങ്ങളല്ല. ഇപ്പോൾ സിനിമയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ വീടുകളിൽ കൊണ്ടുവരിക കൂട്ടുകാരെ, അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർക്ക് വിളമ്പി കൊടുക്കുക, നമ്മൾ അവരുടെ വീട്ടിൽ പോവുക, അവരുടെ അമ്മയും അപ്പനും ഒക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടാകുക. അങ്ങനെ ഒരു സൗഹൃദം ഇപ്പോൾ കാണുന്നില്ല, വളരെ കുറവാണ്. മാതാപിതാക്കൾ അറിയാതെയുള്ള സൗഹൃദങ്ങൾ ഒത്തിരിയാണ്. അവിടെയാണ് പിള്ളേർ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത. എനിക്കവിടെ പിള്ളേരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ല സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുക. നല്ല സുഹൃത്തുക്കളിൽ ആൺപിള്ളേരെല്ലാം മോശമാണെന്നും ആണുങ്ങളെ കൂട്ടാക്കണമെന്നും ഇല്ല. ഈ സൗഹൃദങ്ങൾ വളരെ നല്ല രീതിയിൽ നന്നായിട്ട് കൊണ്ടുപോകുന്ന കുട്ടികൾ ഒത്തിരി പേരുണ്ട്. നല്ല രീതിയിൽ നന്നായിട്ട് കൊണ്ടുപോകുന്ന കുട്ടികൾ ഒത്തിരി പേരുണ്ട്. നല്ല സൗഹൃദങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ അങ്ങനെ പറ്റുന്നില്ല പെട്ടെന്ന്. മോശമായ തലങ്ങളിലേക്ക് പിള്ളേർ ഒത്തിരി പോകുന്നുണ്ട്. കാരണം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ പെൺകുട്ടികളെ നമ്മൾ കാണുന്നു ക്യാമ്പസുകളിൽ ആൺകുട്ടികളോടൊപ്പം. അതുപോലെ തന്നെ ഈ അശ്ലീല ചിത്രങ്ങൾ ഒന്നിച്ച് കാണാൻ ഷെയർ ചെയ്യുക സ്കൂളുകളിൽ പോലും പിടിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് പെൻഡ്രൈവ് കൈമാറുന്നു, അല്ലെങ്കിൽ CD കൈമാറുന്നു. പ്രീമാരിറ്റൽ സെക്സ് ആസ്വദിക്കുന്ന ഒത്തിരി കൊച്ചുകുട്ടികൾ തൊട്ടുണ്ട്. കൊച്ചുകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 9ാം ക്ലാസ്സൊക്കെ മുതൽ പിള്ളേർ പ്രഗ്നൻ്റ് ആകുന്ന കേസുകൾ വരാറുണ്ട്. പെൺകുട്ടികൾ കൂടെ പഠിക്കുന്ന ആൺപിള്ളേർ കാരണം. അങ്ങനത്തെ, അതായത് അവർ ആ സൗഹൃദത്തെ വേറൊരു വഴിയിൽ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും പെൺകുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു ആൺകുട്ടികളുടെ സൗഹൃദങ്ങൾ നല്ലതാണെന്ന്. അങ്ങനെ അവന്മാർ മുതലെടുക്കുന്നവരുണ്ട്. നേരെ തിരിച്ചുണ്ട്. പെൺകുട്ടികൾ പറ്റിച്ചിട്ടുള്ള എത്രയോ അവസ്ഥകൾ ആൺകുട്ടികൾക്കും പറയാൻ കാണും. അത് പറയാൻ കാണും. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുറച്ചുകൂടെ ബോൾഡാണ് പെൺകുട്ടികൾ, പഴയ പോലെ അല്ലല്ലോ. അത് പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ വീടുകളിൽ 2 പെൺകുട്ടികൾ 2 ആൺകുട്ടികൾ ഇങ്ങനെ വളരുന്ന ഒരു കാലമാണ്. അല്ലെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി. മക്കൾ എത്ര ചോദിച്ചാൽ 2 ബോയ്സ്, അല്ലെ മക്കൾ എത്ര 2 ഗേൾസ്. അപ്പോൾ ഇവർക്ക് ആ ഒരു ആണിൻ്റെ സൗഹൃദം കൂടുതൽ വേണ്ടി വരും. വീട്ടിലൊരാങ്ങളയില്ല, തല്ലിക്കളിച്ച് വളരാൻ ഒരാങ്ങളയില്ല. അപ്പോൾ ഒരാണിൽ അവൾ കാണുന്നത് സുഹൃത്തിനെ മാത്രമായിരിക്കില്ല, ഒരു ബ്രദർലി അഫെക്ഷൻ. പക്ഷേ ചിലപ്പോൾ അവനതായിരിക്കില്ല കൊടുക്കുന്നത്. അങ്ങനെയുള്ള ചില കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ സൗഹൃദം എന്ന് പറയുന്നത് എന്താ പറയുക, മനസ്സിലെപ്പോഴും നമുക്ക് നല്ല ഓർമ്മകൾ തരുന്ന ഒന്നാണ് സൗഹൃദം. നല്ല സുഹൃത്ത്. ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ഫ്രണ്ട്സാണ് ജീവിതം അവസാനം വരെ. നമുക്കിപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ കാണത്തില്ലേ, കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്നു ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം. അത്രയും നല്ല സൗഹൃദങ്ങൾ ഇപ്പോഴത്തെ പിള്ളേർ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. പണ്ടത്തെ അത്ര തീവ്രതയുള്ള സൗഹൃദങ്ങൾ. അതുപോലെ ഇപ്പം ഈ ഓപ്പോസിറ്റ് സെക്സിൽ ഉള്ള സൗഹൃദങ്ങളല്ല, അതുകൂടാതെ സെയിം ജെൻഡേഴ്സ് അത് നല്ല രീതിയിൽ പോകുന്ന ഒത്തിരി സൗഹൃദങ്ങളുണ്ട്. അതല്ലാതെ ഹോമോസെക്ഷുവാലിറ്റി അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. ഹോമോയൊക്കെ വരുമ്പോഴത്തേക്കാണ് ആണിനോടും
പെണ്ണിനോടും ചില പ്രണയങ്ങൾ, ചില ഇഷ്ടങ്ങൾ തോന്നുന്നു. ആ ഇഷ്ടങ്ങൾ വഴിതെറ്റിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് കേസുകൾ വരാറുണ്ട്. നല്ല ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഒരിക്കലും എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഒരിക്കലും മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയില്ല, ദുരുപയോഗിക്കുകയില്ല, അങ്ങനെ ഒരു ചിന്താഗതി കാണും. ഇപ്പം ഈ പറയുന്ന മൊബൈൽ ഫോണിലൊക്കെ അശ്ലീല ചിത്രങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുക, അല്ലെങ്കിൽ കാമുകിയെ കൂട്ടുകാർക്ക് കാഴ്ചവെക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത് അതും ഈ സൗഹൃദത്തിൻ്റെ ഇത് വളരെയധികം ദുരുപയോഗപ്പെടുത്തുന്ന ഒരു ഇതായിട്ട് കാണുന്നു. സൗഹൃദം ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്നത് കൊണ്ടാണ്. അത് ആ തെറ്റ്, കാരണം ഇത് നല്ല സുഹൃത്താണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കും. നല്ല സുഹൃത്ത് അങ്ങനെ കാണിക്കുന്നില്ലല്ലോ, അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ പ്രണയ വിവാഹങ്ങളിൽ പലപ്പോഴും വിവാഹത്തെ ഇവർ ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിക്കുന്നതല്ല ഇപ്പോഴത്തെ പിള്ളേർ. ഞാൻ കാണുന്നൊരു കാര്യമാണ്. ഇപ്പോൾ IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേർ തമ്മിൽ രാത്രികളിലൊക്കെ ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യും. അപ്പോൾ അവരതിനിടയിൽ പല വേണ്ടാദിനങ്ങളൊക്കെ കാണിച്ചു കഴിയുമ്പോൾ പിന്നെ അവർക്ക് വേറെ നിവൃത്തിയില്ല കല്യാണം കഴിക്കാതെ. അപ്പോൾ പിന്നെ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് അവർ വിവാഹമോചനത്തിലേക്ക് വരും. അങ്ങനെയുള്ള കേസുകൾ വരാറുണ്ട്. ചില കേസുകൾ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ശരിക്കും പ്രണയിച്ചതാണോ? പിന്നെ 7 വർഷം. ഞാൻ ചോദിച്ചാൽ അതെന്താ പ്രണയമാണ്? പ്രണയമാകുമ്പോഴത്തേക്ക് ഞാൻ പറയാം, അത് നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ലേ, അല്ല നമുക്ക് പൊറുക്കാൻ പറ്റത്തില്ലേ? ഇല്ല, പറ്റത്തില്ല. വെറുക്കുമ്പോൾ അതിൻ്റെ മാക്സിമം വെറുക്കുകയാണ്. അങ്ങനെ ഒത്തിരി കുഴപ്പങ്ങളുണ്ടാവുന്നുണ്ട്. സുഹൃത്തുക്കൾ മൂലം നശിപ്പിച്ച എത്രയോ പേരുണ്ട്. അപവാദങ്ങളൊക്കെ ഉണ്ടാക്കി ചെറുപ്പം മുതലേ അങ്ങനെ അപവാദത്തിൽ പോയി പെടുന്ന ആൾക്കാരുണ്ട്. തെറ്റിദ്ധരിക്കപ്പെടുന്ന സൗഹൃദങ്ങൾ. സൗഹൃദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വേറൊരാൾക്ക്, നമുക്കിപ്പോൾ ഒരാളോട് ഇഷ്ടമുണ്ട്, അയാൾക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്നതിനെയാണ് നല്ല സുഹൃത്ത്. ഇപ്പം നിങ്ങൾ എന്നെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യും, ബട്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു സൗഹൃദം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. അത്തരം ഒരു സൗഹൃദത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ കാണാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളിലേക്ക് ചിലപ്പോൾ ഞാൻ പോകാറുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, പണ്ടത്തെ പോലെ നമുക്ക് ഈ ഗെറ്റ് ടുഗദേഴ്സൊക്കെ ഇല്ലല്ലോ, വീടുകളിൽ പോലും ഇല്ലല്ലോ. അയൽവക്കങ്ങൾ തമ്മിലുള്ള ബന്ധം കുറഞ്ഞില്ലേ, യാത്രകൾ കുറഞ്ഞില്ലേ, ഇപ്പം എല്ലാം അപ്പന കാര്യങ്ങളായി. അപ്പോൾ സൗഹൃദങ്ങൾ അങ്ങനെ, ഇത് പ്രത്യേകിച്ചും ഈ ന്യൂക്ലിയർ ഫാമിലിയും കൂടെ ആകുമ്പോഴത്തേക്കും, മറ്റൊന്നും ഒരു വലിയ ഫാമിലി എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരായ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, കസിൻസ് ഉണ്ട്, അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ അടുത്ത് ഇടപഴകാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർക്ക് നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകും, തിരിച്ചറിയാനും ഒക്കെയുള്ള കഴിവും ഒക്കെ ഉണ്ടാകും. ഇനിയിപ്പോൾ സൗഹൃദത്തിന് പ്രായമൊന്നും ഇല്ല കേട്ടോ. കല്യാണം കഴിച്ചവരുടെ ഇടയിൽ, ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ സൗഹൃദങ്ങൾ വഴിതെറ്റുന്നുണ്ട്. ജോലി സ്ഥലത്തെ സൗഹൃദങ്ങൾ, വിവാഹേതര ബന്ധങ്ങൾ പിന്നെ ഭർത്താവും ഭാര്യയും കൂടെ ഒരു ബെഡേ കിടന്നിട്ട് പിന്നെ കാമുകന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ. എനിക്ക് അടുത്ത കാലത്ത് അങ്ങനെ ഒരു കേസ് വന്നായിരുന്നു. പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. വീട്ടുകാരുടെ അനുഗ്രഹാശിസുകളോടൊക്കെ കല്യാണം കഴിച്ചു. അവൻ പോയി, ഭാര്യയ്ക്ക് വേറെ പ്രണയം. ആ സമയത്ത് പഴയ ഒരു കാമുകനാണ്. പിന്നെ അതൊക്കെ ഭർത്താവ് പറഞ്ഞ് പിടിച്ച് ഒരുമാതിരിയുള്ള നേരെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് വേറെ കാമുകൻ. അത് കാമുകൻ എന്നല്ല നമ്മൾ പറയുന്നത്, അതിന് സൗഹൃദങ്ങളാണ്. പക്ഷെ ആ സൗഹൃദങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ, പിള്ളേരുടെ ഇടയിലാണല്ലോ ബെസ്റ്റ് ഫ്രണ്ട്. ആ സൗഹൃദങ്ങള് പിന്നെ മെസ്സേജുകളൊക്കെ വായിച്ചാൽ നമുക്ക് അതിൻ്റെ മീനിങ് പോലും മനസ്സിലാകാത്ത ഒത്തിരി മെസ്സേജുകളുണ്ട്. അത് സൗഹൃദം അല്ലെന്ന് അപ്പം നമുക്കറിയാം. വേറെന്തിനു വേണ്ടിയുള്ള ആഗ്രഹങ്ങളാണ്, വേറെന്തിനു വേണ്ടിയുള്ള ഇഷ്ടങ്ങളാണ്. അത് സൗഹൃദം എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും സൗഹൃദങ്ങൾക്ക് ഒരു അതിർവരമ്പ് വേണം എപ്പോഴും. ഞാനത് എപ്പോഴും പറയാറുണ്ട്. ഒരാൺകുട്ടി പറയുന്നു അവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നെങ്കിൽ സംതിങ് റോങ് വിത്ത് ഹിം. വേറെ പെൺപിള്ളേരില്ലേ ഇവിടെ? ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ് എനിക്ക് ആ പെൺകുട്ടികളെ ഒന്നും ഇഷ്ടമില്ല, അവനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നെങ്കിൽ സംതിങ് റോങ് വിത്ത് ഹെർ. അത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ടാവണം. എന്തുകൊണ്ട്? ചിലപ്പോൾ അവളുടെ വീട്ടിലെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ അപ്പനും അനിൽ നിന്ന് അവൾക്കുണ്ടായ തിക്തമായ അനുഭവമായിരിക്കാം, അല്ലെ അപ്പൻ ചിലപ്പോൾ ഭയങ്കര റഫായിരിക്കാം. അപ്പോൾ അവൾക്ക് ഒരു ആണിൻ്റെ ഒരു ഇഷ്ടം കിട്ടാനായിട്ടായിരിക്കാം. ഇതൊക്കെ അവളുടെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ്. ഇത് പേരൻസിനോട് വാശി പിടിച്ച് അനുവദിച്ചു കൊടുക്കുന്ന പേരൻസും ഉണ്ട്. തീർച്ചയായിട്ടും വീട്ടിൽ ചില പേരൻസ് ഭയങ്കര ലിബറലാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അവർ അത്ര ലിബറലാകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. കാരണം ഈ അപ്പനും അമ്മയും ജോലി ചെയ്യുന്ന വീടുകളിൽ പിന്നെ അവർ വെച്ചിരിക്കുന്ന താക്കോലെടുത്ത് പല ജോഡികൾ വീടുകളിൽ വന്ന് മോശമായ സംഭവങ്ങളൊക്കെ നടന്ന കേസുകൾ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, അത്ര ലിബറൽ ആകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എപ്പോഴും പിള്ളേരുടെ മേലൊരു കണ്ണ് വേണം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്ഥിരമായിട്ട് കമ്പൈൻ സ്റ്റഡിക്ക് അടുത്തുള്ള ക്ലാസ്മേറ്റിൻ്റെ വീട്ടിൽ, ആൺകുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. കമ്പൈൻ സ്റ്റഡി ആണല്ലോ, എല്ലാവരും അനുവദിച്ചു കൊടുത്തു, പേരൻസും അനുവദിച്ചു കൊടുത്തു. മുറിക്കകത്ത് 2 പേരും ഇരുന്ന് പഠിക്കുന്നു. അവസാനം കൊച്ചു ടോയ്ലറ്റിൽ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴാണ് വിവരം വെളിയിൽ അറിയുന്നത്. എനിക്ക് അങ്ങനത്തെ ഒത്തിരി കേസുകൾ എനിക്കിപ്പോഴും വന്നായിരുന്നു.
12th പഠിക്കുന്ന ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയ ഒരു കേസാണ്. അമ്മ അറിഞ്ഞില്ല. അമ്മ എന്നോട് പറഞ്ഞത് എല്ലാ മാസവും കൃത്യമായിട്ട് അവൾക്ക് ഞാൻ പാട് കൊടുത്തിരുന്നു. അമ്മയുടെ സ്ഥിതി അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് അറിയില്ല, അവൾക്ക് അങ്ങനെ സൗഹൃദം ഉണ്ടെന്ന് അറിയില്ല, അവൾ എന്ത് ചെയ്യുന്നു എന്ന് അമ്മയ്ക്ക് അറിയില്ല. പേരൻസ് തന്നെയാണ് ഉത്തരവാദിത്തം. കാരണം ഒരു പെൺകുട്ടിയെ അറിയുക എന്നുള്ളത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അവൾ എന്തും തുറന്നു പറയേണ്ടത് അമ്മയോടാണ്. ശരിക്കും ശരിക്കും ഒരു നല്ല കൂട്ടുകാരിയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല. ഇല്ല, നമ്മുടെ മോൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, അവൾ ആരോടാണ് സംസാരിക്കുന്നത്, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണ്. അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ കുടുംബം ഒരുമിച്ച് അവരുടെ വീട്ടിൽ പോകണം. അതെ, അവരുടെ വീട്ടിൽ പോയി ചായയൊക്കെ കുടിച്ച് അവരെല്ലാം ഒന്ന് പരിചയപ്പെട്ട് വരണം. കാരണം നമ്മുടെ ഫ്രണ്ടിൻ്റെ അപ്പനും അമ്മയും ദൈവവിശ്വാസിയാണോ, അവർ നിരീശ്വരവാദികളാണോ, അവരെങ്ങനെയുള്ളവരാണ്, ജാതിയൊന്നും അല്ല ഞാനീ പറയുന്നത്, ഏതും ആയിക്കോട്ടെ, അവർ ദൈവവിശ്വാസമുള്ളവരാണോ, അത് തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. കാരണം ഇന്ന് കുട്ടികളുടെ ഇടയിൽ, ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒത്തിരി വേണ്ടാത്ത കാര്യങ്ങളുണ്ട്. അറിയാലോ, ഓജോ ബോർഡ്, വേണ്ടാത്ത ചാത്തൻ സേവ, എന്തിനെല്ലാം പിള്ളേർ പോകുന്നത്. ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന പിള്ളേർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്, കൂട്ടുകൂടി കാണിച്ചിട്ട് പഠിത്തം നിർത്തി വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യും പിള്ളേർ, കൂട്ടുകാരെ. അത് പേരൻസിൻ്റെ ഒരു കുഴപ്പമാണെന്നാണ് ഞാൻ പറയുന്നത്. ശക്തമായ ഒരു ദൈവവിശ്വാസം അടിത്തറയാക്കി ചെറുപ്പക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കാനും എന്തെങ്കിലും വഴി വിടുന്നുണ്ടെങ്കിൽ അത് അമ്മയോടോ അപ്പനോടോ പറയാനും പറ്റും. അപ്പം അത് കേൾക്കണം, ഒരു ലിസണേഴ്സ് ആകണം പേരൻസ്. എനിക്ക് ഇടവന്നൊരു കേസുണ്ടായിരുന്നു. അതിനകത്തൊരു പെൺകുട്ടി ക്ലാസ്സിൽ വന്ന് ഒരു ബുക്ക് നിറയെ എഴുതി വെച്ചു, ഇന്ന് രാത്രി 8 മണിക്ക് ഞാൻ മരിക്കും, ഇന്ന് രാത്രി 8 മണിക്ക് ഞാൻ മരിക്കും. അവളൊരു ബുക്ക് നിറയെ ഇരുന്ന് എഴുതി വെച്ചു. അപ്പോൾ ഇത് കണ്ട അടുത്തിരുന്ന കുട്ടി ക്ലാസ് ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിലെ ഇന്ന കുട്ടി ഇന്ന് രാത്രി 8 മണിക്ക് മരിക്കും. അപ്പോൾ ക്ലാസ് ടീച്ചർ ഓടി പ്രിൻസിപ്പലിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, എൻ്റെ ക്ലാസ്സിലെ കുട്ടി ഇന്ന് രാത്രി 8 മണിക്ക് മരിക്കും. അവസാനം പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു, കൗൺസിലിങ്ങിന് സ്കൂളിൻ്റെ ചിലവിൽ തന്നെ ഒരു ടാക്സിയൊക്കെ പിടിച്ച് ഇങ്ങോട്ട് വിട്ടതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ചോദിച്ചു, എന്തിനാണ് നീ മരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ +2 പഠിക്കുകയാണ്, +1 എനിക്കൊരു ചെറുക്കനുമായിട്ട് ഇഷ്ടമായിരുന്നു, അപ്പോൾ +2 ആയപ്പോൾ അവന് വേറൊരു പെണ്ണിനോടാണ് ഇഷ്ടം, അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, ശരിക്കും നീ മരിക്കേണ്ടതാണ്. കാരണം ഇത്രയൊക്കെ ചീറ്റ് ചെയ്യാൻ ആമ്പിള്ളേരുള്ള ലോകത്തിൽ നമ്മൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് എൻ്റെ മോൾ മരിക്കണം. പക്ഷെ എൻ്റെ മോൾ എങ്ങനെ മരിക്കാനാണ് പോയത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഉതളങ്ങാതെ നിന്ന് ചാകാനാണ് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു നാണംകെട്ട മരണം. CBSE സ്കൂളിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന നീ ഉതളങ്ങാതെ നിന്ന് ചാവുന്നത് കഷ്ടം. മോളൊരു കാര്യം ചെയ്യും, സൈനൈഡ് കഴിച്ച് ചത്താൽ മതി, ഇല്ലെങ്കിൽ ഞാൻ ഉറക്ക ഗുളിക തരാം, എൻ്റെ മോൾ അത് കഴിച്ച് ചത്താൽ മതി, അല്ലെങ്കിൽ വല്ല ട്രെയിൻ ഇടിച്ചോ, അങ്ങനെയാണെങ്കിൽ അത്രയും കുഴപ്പമില്ല. ഈ ഉതളങ്ങാതെ ഇന്ന് ചത്തെന്ന് പത്രത്തിൽ വന്നാൽ നിൻ്റെ സർവ്വ ഗമയും പോകും, അതുകൊണ്ട് നീ ഉതളങ്ങാതെ. അതൊരു എന്നോട് 2 ഉതളങ്ങ എൻ്റെ ബാഗിലുണ്ട്, ഇങ്ങനെ എടുത്തതാണ്. ഞാൻ എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കുട്ടി നീ 12ാം ക്ലാസ് വരെ പഠിച്ചു, ഒരു ചെറുക്കന് ഒരു വർഷം നിന്നോട് ഇഷ്ടപ്പെട്ടു, അടുത്ത വർഷം അവൻ വേറെണ്ണത്തിന്, അപ്പോൾ നിനക്ക് അവൻ്റെ സ്വഭാവം മനസ്സിലായില്ലേ? അവനുമായിട്ട് ഇഷ്ടപ്പെട്ട് ഇനി കുറെ കഴിയുമ്പോഴും അവൻ ഇട്ടിട്ട് പോകത്തില്ലേ? കല്യാണം കഴിഞ്ഞാലും ഇട്ടിട്ട് പോകത്തില്ലേ? അത് ആണുങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമായിട്ട് നിനക്ക് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ അവൾ പറഞ്ഞു, അല്ല എനിക്കത് സഹിക്കാൻ മേല, എന്നാൽ നീ ചത്തോളാൻ പറഞ്ഞു, അല്ല ഇനിയും ചാവുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ആത്മഹത്യാ ശ്രമങ്ങളെ ബ്ലേഡ് എടുത്ത് കൈമുറിക്കുക, ഞരമ്പ് കണ്ടിക്കുക, അങ്ങനെ ഒത്തിരി വേണ്ടാദിനത്തിലേക്ക്. ഒരു പ്രണയം പിടിക്കപ്പെട്ടാൽ അത് മാതാപിതാക്കൾ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. അത് കൈകാര്യം ചെയ്യുന്നതിലെ അപാകത കൊണ്ട് ആത്മഹത്യയിലേക്ക് തിരിഞ്ഞ കുട്ടികളുണ്ട്. അല്ലെങ്കിൽ കയ്യിലെ ഞരമ്പ് മുറിക്കുക, ഫാനിൽ കെട്ടിത്തൂങ്ങാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെയുള്ള പ്രണയം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, മാതാപിതാക്കൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതെങ്ങനെ വേണം മാതാപിതാക്കൾ കൈകാര്യം ചെയ്യേണ്ടത്? അതായത് ഇന്നത്തെ കുട്ടികളിൽ പ്രണയം എന്ന് പറയുന്നത് സാധാരണയാണ്, എല്ലാവർക്കും ഉണ്ട് ഓരോ ബോയ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ്. ഇതില്ലാത്തവർ വളരെ കുറവാണ്. ആദ്യമേ പേരൻസ് മനസ്സിലാക്കേണ്ടത് ഈ പ്രായത്തിൻ്റെ, അവരുടെ ആ കൗമാരത്തിൻ്റെ ഒരു ഇഷ്ടങ്ങളാണ് ഈ പ്രണയങ്ങൾ. അത് ചിലപ്പോൾ അങ്ങ് മാറിക്കോളും കുറച്ച് കഴിയുമ്പം. ഇത് ഏതാണ്ട് ലോകം ഇടിഞ്ഞു വീഴുന്നു, അല്ലെ ആകാശം താഴെ വീഴുമെന്നോ ഭൂമി വളർന്നു പോകുന്നോ എന്ന് വിചാരിച്ച് മാതാപിതാക്കളോടുണ്ട്. എനിക്കങ്ങനെ വരാറുണ്ട്. മാതാപിതാക്കളാണ് അലറി കരയുന്നത്, അങ്ങ് അലറി കരയുകയാണ് സംഭവിച്ചൊരു ഇവക്ക് ചെറുക്കനോട് ഇഷ്ടമാണെന്നും പറഞ്ഞു. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത്. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതങ്ങ് മാറാം, ഒരു ഇൻഫാക്ച്വേഷനാകാം. പിന്നെ നല്ല ഗൈഡൻസ് കൊടുക്കുന്ന ആരെയെങ്കിലും സമീപിച്ച്, നല്ലൊരു കൗൺസിലറെ. കാരണം ഈ മാതാപിതാക്കളുടെ ഉപദേശം ഇവർ സ്ഥിരം കേൾക്കുന്നതാണ്. അവർക്ക് ഒരേ ടോണ്, ഒരേ ഭാഷ, അതാണ് അവർ പറയുന്നത്. പിന്നെ അങ്ങനെയുള്ള ഒരു തെറ്റ് ചെയ്യുന്ന കുട്ടിയോട് ഒരിക്കലും മാതാപിതാക്കൾ സ്നേഹത്തോടെ ആയിരിക്കില്ല പറയുന്നത്, ദേഷ്യപ്പെട്ടായിരിക്കും പറയുന്നത്. കരഞ്ഞും ബഹളം വെച്ചും ദേഷ്യപ്പെട്ടും അലറിയൊക്കെ ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് വാശി കൂടും. എനിക്ക് ഈയിടെ അറിയാം, ഫ്രൈങ് പാൻ വെച്ചൊരു കുട്ടിയെ തല്ലിയ അവസ്ഥ വരെ. തല്ലിക്കോട്ടെ, മാതാപിതാക്കൾക്ക് തല്ലാനുള്ള അവകാശമുണ്ട്, അവകാശം ഇല്ലെന്ന് ഞാൻ പറയില്ല.
പക്ഷെ ഞാൻ പറഞ്ഞു വന്നതെന്നു ചോദിച്ചാൽ ഇത് കേട്ടവണ്ണം ഇത്രയും ബഹളം വെച്ച് പിന്നെ ചെടുത്തിയെ വിളിച്ചു, അനിയത്തിയെ വിളിച്ചു, ആങ്ങളെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു, പള്ളിയിലച്ഛനെ വിളിച്ചു. ഇത് അവർ തന്നെ ഈ പബ്ലിഷ് ചെയ്യുന്നത്. മിക്കവാറും പേരൻസ് തന്നെ ആയിരിക്കും ഇവരുടെ കൂട്ടുകാരുടെ. അങ്ങനെ അവർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കുട്ടി ഒരു തെറ്റ് ചെയ്തെങ്കിൽ കുട്ടിയെ വിളിച്ച് ആദ്യമേ സംഭവം എന്നാന്ന് ചോദിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് പ്രത്യേകം ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ധാരാളം ആൾക്കാരുണ്ട് ഇവിടെ. കൗൺസിലേഴ്സ് തന്നെ ഇപ്പം മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെന്നിട്ട് നമുക്ക് അവരോടൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ സൗഹൃദം വേണ്ട എന്ന് പറയുന്നത്. നമ്മൾ അതിനൊരു പ്രായമുണ്ട്, എല്ലാത്തിനും ഒരു പ്രായമുണ്ട്. ഒരു ചെടി നമുക്ക് കുഴിച്ചു വെക്കാനൊരു സമയം, വളരാൻ കുറേ സമയം എടുക്കും. പിന്നെ അത് പൂക്കും, കായ്ക്കും, കായ ഉണ്ടാകും, അത് വിളയും, അത് പറിക്കാനൊരു സമയം എന്ന് പറയാൻ കൊണ്ട് നമ്മളെ ഒരു പ്രായമുണ്ട് ഇതിന്. ഒരു പഠിച്ച് ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ അത് അവരെ ബോധ്യപ്പെടുത്തുക, മനസ്സിലാക്കി കൊടുക്കുക. മകളെ ഇതല്ല ഇപ്പം അതിനുള്ള സമയം, ഇപ്പം പഠിക്കാനുള്ള സമയമാണ്. ഇനി നിനക്ക് പിന്നീട് ഒരു കാലത്തിൽ ഇങ്ങനെ ഒരു അടുപ്പം തോന്നുന്നെങ്കിൽ അത് അന്നേരമാകട്ടെ എന്ന് ശാന്തതയോടെ പറഞ്ഞു കൊടുക്കാൻ ഇന്ന് പല മാതാപിതാക്കളും തയ്യാറാകുന്നില്ല. മാതാപിതാക്കളെ സംബന്ധിച്ച് അവർക്കത് പറ്റത്തില്ല, അവർക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ ആ ലൈനിൽ ചിന്തിക്കുന്നില്ല. കാരണം ഞങ്ങൾ വളർന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. പിന്നെ വേറൊരു കാര്യമാണ്, എനിക്കിപ്പോൾ വന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പനും അമ്മയും 2 കാസ്റ്റാണ്, അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചു. മകനിപ്പോൾ വേറൊരു കാസ്റ്റ്. അപ്പോൾ അവർക്ക് ഒട്ടും സഹിക്കാൻ മേല. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇവരുടെ അപ്പനും അമ്മയും ഭൂകമ്പം ഉണ്ടാക്കിയതാണ്. എന്നാ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇവർ ഭൂകമ്പം ഉണ്ടാക്കും, ഞാൻ അവളെ കെട്ടും. അപ്പോൾ അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ പേരൻസ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇതൊന്ന് മാറ്റിത്തരണം, ഇതൊന്ന് വേർപെടുത്തി തരണം. ഓക്കെ, യുവജനങ്ങളോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? ഇങ്ങനെയുള്ള ആൺപെൺ സൗഹൃദങ്ങൾ കൊണ്ടുപോകുന്ന യുവജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് യുവജനങ്ങളോട് പറയാനുള്ളത്, ഈ പ്രായത്തിൽ സൗഹൃദങ്ങൾ നമുക്ക് വേണം. പക്ഷേ ഒരു പരിധിക്ക് നമ്മളൊരു വര വരയ്ക്കണം. ആ വരയ്ക്ക് ഇപ്പുറത്തേക്ക് ആരെയും കയറ്റിക്കൊണ്ട് വരരുത്. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടടുത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഒരു പെൺകുട്ടിയെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അവളെ നശിപ്പിച്ചുകൊണ്ടുള്ള ഇഷ്ടത്തിലേക്ക് പോകരുത്. അവളുടെ ശരീരത്തിൻ്റെ ശുദ്ധി, മനഃശുദ്ധി കളഞ്ഞുകൊണ്ടുള്ള ഒരു ഇഷ്ടത്തിലേക്ക് പോകാതിരിക്കാൻ ഒരു യുവാവ് ശ്രദ്ധിക്കുക. ഒരു പെൺകുട്ടിയാണെങ്കിലും സൗഹൃദം അതിനപ്പുറത്ത് നിർത്തുക. പിന്നെ അതൊരു പ്രണയത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ ആ പ്രായം, സമയം, ഇതിപ്പോൾ എനിക്ക് പഠിക്കാനുള്ള സമയം, പഠിച്ചൊരു ജോലിയൊക്കെ നേടി സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞ് ഞാനതിലേക്ക് പോകാവൂ. അതിന് പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. പിള്ളേരെ പ്രാർത്ഥിപ്പിക്കുക, പള്ളി കൊണ്ടുപോകുക. അല്ലെങ്കിൽ മാതാപിതാക്കൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടെ മാതാപിതാക്കളുടെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു കാര്യം എൻജിനീയർ ആക്കുക, ഡോക്ടറാക്കുക. അപ്പോൾ ഉള്ള ഒരു കുഴപ്പം എന്നാണെന്നറിയാം, ഇവരെ പള്ളി കൊണ്ടുപോകുന്നില്ല. പള്ളി പോകണ്ട, ഞായറാഴ്ച ഞാൻ പോകണം. ഇപ്പം അമ്മ ഖുർആന കണ്ടു, മോനെവിടെ സ്പിരിച്വാലിറ്റി ഉണ്ടാകുന്നത്? അപ്പം അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. കുരിശ് വരയ്ക്കാനുള്ള സമയം കൊച്ചിന് വേണ്ടി കുറയ്ക്കുക. പരീക്ഷയുടെ ദിവസം കുരിശ് വരയില്ല. പിന്നെ ചെറുപ്പക്കാർ വീട്ടിൽ വരുന്നത് ചിലപ്പോൾ ലേറ്റ് ആണെങ്കിൽ അമ്മ നേരത്തെ കുരിശ് വരച്ച് വെക്കും. ഇവൻ കുരിശ് വരയ്ക്ക് കൂടുന്നില്ല. നമ്മുടെ പണ്ടത്തെ കുടുംബങ്ങളിൽ ഈ ചെറുപ്പക്കാരെ വീടുമായിട്ടും സഭയുമായിട്ടും വിശ്വാസവുമായിട്ട് ചേർത്ത് നിർത്തിയിരുന്ന കുടുംബ പ്രാർത്ഥനകളാണ്. ആ കുടുംബ പ്രാർത്ഥനകളെ ശക്തമായി തിരിച്ചു കൊണ്ടുവരിക. നമുക്കൊരു തിരിച്ചുപോക്ക് അനിവാര്യമായിരിക്കും. നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മീയതയെ, നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, അതിൻ്റെ എല്ലാവിധ പ്രതാപങ്ങളോടും കൂടി പുനഃപ്രതിഷ്ഠിച്ചാൽ ചെറുപ്പക്കാർക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അവർ വീട്ടിലുള്ളവരുമായിട്ട് സൗഹൃദം ഉണ്ടാകും. മോശമായ ബന്ധങ്ങളിലേക്ക് അവർ പോകത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ദൈവാനുഭവമുള്ള ഒരു ചെറുപ്പക്കാരെ, യുവതലമുറയെ നമുക്കുണ്ടാക്കിയെടുക്കണം. ആധുനിക ജീവിതത്തിൽ ആൺപെൺ സൗഹൃദങ്ങൾ അനിവാര്യമാണ്. പക്ഷേ അതിനൊരു അതിർവരമ്പ് ആവശ്യമാണ്. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.